ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഞങ്ങളിത് നഴ്സറി കുളത്തിൽ നിന്ന് ഇന്നലെ മീൻപിടുത്തം എല്ലാം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അടുത്ത ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ നഴ്സറി പോണ്ടിൽ നിന്നും നമ്മൾ കുഞ്ഞുങ്ങളെ മറ്റ് കുളത്തിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇതിപ്പോൾ ഇത്രയും വലുതായ മീനുകളാണ്. കണ്ടോ, ഇത്രയും വലുതായ മീനുകളാണ് ഇപ്പോൾ ആ പോണ്ടിലോട്ട് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പം അതിനൊക്കെ മുമ്പ് ഈ മത്സ്യകൃഷിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഞാനിപ്പോൾ കുളത്തിലേക്ക് ഇറക്കി വിടുന്ന മത്സ്യത്തിൻ്റെ വലിപ്പം കണ്ടു. കാരണം ഇപ്പോൾ ആ കുളത്തിൽ പല മീനുകൾ കിടപ്പുണ്ട്. വരാലുണ്ട്, ചെറുമീനുണ്ട്. അപ്പോൾ ഇതുങ്ങളൊക്കെ കുറച്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് സർവൈവ് ചെയ്ത് രക്ഷപ്പെടും. ഇപ്പോൾ ഈ കുളം പണിതെടുത്ത് തന്നെ കണ്ടു. ഈ കുളം പണിത് നഴ്സറി കുളം പണിതെടുത്ത് റേഷൻ കടയിൽ നിന്ന് ചണച്ചാക്ക് മേടിച്ചിട്ട് ഒരു ചാക്ക് സിമൻറ്റ് നമ്മൾ 14 ചാക്ക് 15 ചാക്കിൽ മുക്കി ഒട്ടിച്ചൊട്ടിച്ചാണ് ഞാൻ ആ കുളം പണിത്. കണ്ടോ, അതിൻ്റെ കൃത്യം നടുക്ക് മാത്രം വെള്ളം കിടക്കുന്നുണ്ട്. നമ്മൾ ഫുട്ബോൾ വിട്ട് വെള്ളം വറ്റിക്കാൻ ശ്രമിച്ചാലും ഈ വെള്ളം കറക്റ്റ് തീർത്ത് പറ്റിക്കാൻ പറ്റും. എൻ്റെ ഈ കൃഷിരീതികളും സംഭവങ്ങളും കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ഫോളോ ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിച്ചു തോന്നുന്നു. കാരണം എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായത് ഈ മത്സ്യകൃഷി കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നത് ഇത് കണ്ടിട്ട് പെട്ടെന്നൊരു അട്രാക്റ്റഡ് ആകും. എന്നിട്ട് ഇവർ പോയി ഇതിനകത്ത് കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ കടത്തിൽ പോയി. എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാം, എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് പോയിട്ട് ബയോഫ്ലോഗോ അക്വാപോണിക്സ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ പിന്നീട് ആ ചെറുക്കനെ കാണുമ്പം 10 ലക്ഷം രൂപ കടത്തിലാണ് നിൽക്കുന്നത്. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്ത് കുറേ ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് ഒരു 10,000-20,000 കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20,000 മീൻ വളർന്നു കഴിഞ്ഞാൽ ഒരു മീന് 100 രൂപ വെച്ചൊരു കാൽക്കുലേഷൻ കണക്കൂട്ടി വാങ്ങും. ലക്ഷങ്ങൾ ഇവരങ്ങ് മനസ്സിൽ കാണും. ചുമ്മാതെ അങ്ങനൊന്നും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ എണ്ണം കുറച്ചിട്ടിട്ട് നമുക്കൊരു 10,000-5,000 മീൻ അല്ലെ 10,000 മീനിൽ കൂടുതൽ ഒരിക്കലും ഇറക്കരുത്. അങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറക്കുന്ന മീൻ വലിയ മീനുകളായിരിക്കണം. അതായത് പുറത്തു പോയാലും അത് രക്ഷപ്പെടാനുള്ള ആരോഗ്യസ്ഥിതിയിൽ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ പോണ്ടിലേക്ക് മീനെ ഇറക്കാവുള്ളൂ. അപ്പം എണ്ണം കുറച്ച് വിടുമ്പോൾ നമ്മൾ ഭക്ഷണശകലം കുറവാണ്. നോർമൽ കുളത്തിലെ പ്ലവങ്ങളും പായലും ഉള്ള ഭക്ഷണങ്ങളൊക്കെ തേടിയെടുത്ത് അതുങ്ങൾ സർവേ ചെയ്ത് കയറി വരുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ പോയെങ്കിൽ മാത്രമേ മത്സ്യകൃഷി വിജയിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളെ ഇറക്കി അതൊരു പിടുത്തം കഴിയുമ്പം അടുത്ത ടീം ഓൾറെഡി നമ്മുടെ കയ്യിൽ കിടക്കണം. അപ്പം നമ്മൾ ഒറ്റയടിക്ക് മീനെ പിടിച്ച കുളം കാലിയാക്കുന്ന സിസ്റ്റത്തോട് ഞാൻ എതിരാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കുളം കാലിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും 1 വർഷം കാത്തിരിക്കണം നമുക്ക് വരുമാനം വരും. ഇതാവുമ്പോൾ നമുക്ക് റെഗുലർ 2-3 മാസം കൂടുമ്പോൾ കുറേശ്ശെ വരുമാനവും വരും. അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളം നമ്മൾ പിടിച്ചു ഒരു പ്രാവശ്യം ഇത് കോരി മീൻ പിടിച്ച് കഴിയുമ്പം തിരിച്ച് വിടുന്ന മീൻ എന്തോരം ഉണ്ടെന്ന് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ കാണും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഭക്ഷണം കൊടുക്കും. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ വളരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുളത്തിൽ മീനുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുണ്ടോ, എന്തെങ്കിലും ജീവികൾ പിടിച്ചുകൊണ്ട് പോയോ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ തീറ്റി കൊടുക്കുമ്പം ഫ്രണ്ടിൽ വന്ന് കുറേ സാമർത്ഥ്യക്കാർ വന്ന് മാറി. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കുളം നിറയെ മീനായിരിക്കും. പക്ഷെ അവിടെയൊക്കെയാണ് നമുക്ക് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ മാക്സിമം എണ്ണം കുറയ്ക്കുക. 2,000 എങ്കിൽ 2,000 അത്ര എണ്ണം ഇട്ട് അതിനെ വളർത്തി സ്പീഡ് വളർത്താനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് ഇതിനകത്ത് വലിയ ടെക്നിക്സ്. എൻ്റെ കുറേ അറിവുകൾ ഇനിയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വള്ളത്തിൽ